നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുഞ്ഞ് ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ഞാനും അമ്മയും അച്ഛനും കുഞ്ഞാപ്പനും പിന്നെ മാമനും മാമിയും അങ്കും കാച്ചും അച്ചാച്ചനാണുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. ഞങ്ങളൊരു 2 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദൂരമൊന്നുമല്ല, കേരളത്തിൽ തന്നെ പോകാനാണ് ഞങ്ങളുടെ പ്ലാന്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഫുഡ് രാവിലത്തെയും ഉച്ചക്കത്തെയും കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. നമ്മുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാഗമണ്ണിൽ ചെന്നിട്ട് വാഗമണ്ണിലെ പുൽമേട്ടിലിരുന്ന് എല്ലാവരും കൂടെ കഴിക്കുന്നതൊക്കെ ആയിരുന്നു. പക്ഷേ അതെന്തായാലും നടന്നില്ല. ഞങ്ങളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോട്ടയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. വാഗമൺ എത്തുന്നത് വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കി അവസാനം നമ്മൾ കോട്ടയത്തുള്ള അൽഫോൻസാർ ചർച്ചിലാണ് എത്തിയത്. ഇവിടെ ഒരുപാട് പേര് നിർത്തി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറേ പേര് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസും പ്ലാസ്റ്റിക്കും എല്ലാം നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഇവിടെ ചർച്ചിൽ വരുന്നവരും പിന്നെ ഇതുവഴി ട്രിപ്പ് പോകുന്നവരൊക്കെ ഇവിടെ നിർത്തിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ചപ്പാത്തി, ഇടിയപ്പവും പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പലർക്കും പല പല ഇഷ്ടമാണ്. എനിക്ക് ഇടിയപ്പമാണ് ഇഷ്ടം, കാച്ചൂനും അങ്കൂനും പൊറോട്ട, അച്ഛന് ചപ്പാത്തി, അങ്ങനെ പലർക്കും പല പല ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ 3 തരം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് കഴിക്കുന്നത് മറ്റേ പാള കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റിലാണ് കേട്ടോ. ഉണ്ടാക്കിയതല്ല, നമ്മൾ വാങ്ങിയതാണ്. ഇത് ഡിസ്പോസിബിൾ പ്ലേറ്റാണ്. അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയിട്ട് നമ്മൾ പിന്നെയും നിർത്തിയിട്ടുണ്ടായിരുന്നത് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി 2 കടയിൽ കയറിയിട്ട് അവിടെ ഷേക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലാസ്റ്റ് ഇതാ ഇവിടെ എത്തിയത്. കുഞ്ഞാപ്പനും അച്ഛനും അമ്മയും മാമിയും അച്ചാച്ചനൊക്കെ ഫ്രഷ് ലൈമാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ആദ്യം കിട്ടി. ഷേക്ക് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വെയിറ്റിങ്ങിലായിരുന്നു. ഞാൻ മാംഗോ ഷേക്ക് പറഞ്ഞുകൊണ്ട് എനിക്കാണെങ്കിൽ ലാസ്റ്റാണ് കിട്ടിയത്. കാച്ചു പിന്നെ കോൾഡ് കോഫിയാണ് കുടിച്ചത്. ഇനിയിപ്പോൾ നമ്മളെങ്ങും വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നേരെ വാഗമണ്ണിലോട്ട് പോവാണ്. വാഗമണ്ണ് നമ്മുടെ ലിസ്റ്റിലില്ലാത്ത സ്ഥലമാണ്. നമ്മൾ തേക്കടിയിലേക്കാണ് ആക്ച്വലി പോകുന്ന വഴിക്ക് വാഗമണ്ണിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകത്തേ ഉള്ളൂ. ഞങ്ങളൊക്കെ നേരത്തെ വാഗമണ്ണിൽ പോയിട്ടുള്ളതാണ്. അച്ഛനും അച്ചാച്ചനും ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വാഗമണ്ണിലെ എല്ലാ സ്ഥലത്തും കയറാൻ പ്ലാനില്ല. നമ്മൾ മെഡോസിൽ കയറുന്നുണ്ട്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലും കൂടെ കയറിയിട്ട് നേരെ തേക്കടിയിലേക്ക് രാത്രിക്ക് മുന്നേ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാന്. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മെഡോസിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നല്ല വെയിലാണ്. തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ തണുപ്പൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മെഡോസിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ ആണെങ്കിൽ ചെറിയ അഡ്വഞ്ചർ സെക്ഷനൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ സിപ്പ് ലൈനും ബോട്ടിങ് അതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. നമ്മൾ പിന്നെ ഇതിലൊന്നും കയറാത്തത് കൊണ്ട് ചുമ്മാ ഇവിടെ നടന്ന് വെയിൽ കൊണ്ടിട്ട് തിരിച്ചു പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടൊന്നും നടക്കാനൊന്നും പോയില്ല. അപ്പൂപ്പനാണെങ്കിൽ കാല് വയ്യാത്ത കാരണം നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്നാണ് മാമൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഭയങ്കര കോട വന്നു കേട്ടോ. ഇത്ര നേരം നല്ല ചൂടായിരുന്നു, ഇപ്പോൾ ഇതാ നല്ല കോട വന്നൊക്കെ തണുപ്പായി. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഏകദേശം 3 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഏത് സ്പോട്ടിൽ പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റംസും പ്ലാസ്റ്റിക്കും ഒന്നും ഇതിനുള്ളിൽ അലൗഡ് അല്ല. അത് കാരണം നമുക്ക് എന്താണേലും പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം എന്നൊരു പ്ലാനിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കോട വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടേക്ക് ഇറങ്ങി നടന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എന്താണേലും ഇനി ലേറ്റ് ആവും. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് നോക്കി പോകാൻ കേട്ടോ. ഏതെങ്കിലും പുൽമേട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പ്ലാന്. പക്ഷേ ലഞ്ചെങ്കിലും പുൽമേട്ടിലൊക്കെ ഇരുന്ന് കഴിക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളത് നോക്കി പോവാണ്. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്. നമുക്ക് മെഡോസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അഡ്വഞ്ചർ പാർക്കിൽ പോകണം, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നൊക്കെ ആയിരുന്നല്ലോ പ്ലാന്. അപ്പോൾ നേരെ നമ്മളെ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് വെച്ചു. അങ്ങോട്ട് പോകുന്ന വഴി എവിടെയെങ്കിലും കയറാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ദാ ഇവിടേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചതുപോലെ തന്നെ കറക്റ്റ് ഒരു സ്പോട്ട് നമുക്ക് കിട്ടി. ഈ ഒരു കുന്നിൻ്റെ മേളിലിരുന്ന് ഒരുപാട് പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പുൽമേട്ടിലിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം സാധിക്കാൻ പോവാണ്. അങ്കും കാച്ചും കുഞ്ഞാപ്പനും പുൽമേട് കണ്ടപ്പോൾ തന്നെ ഇതാ അതിൻ്റെ മേളിലേക്ക് എടുത്ത് ഓടിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ദാ ഒരുപാട് ഫാമിലീസ് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും കുറച്ചുകൂടെ മേളിലേക്ക് പോകാമെന്ന് കരുതി മേളിൽ പോവാണ്. അപ്പൂപ്പനാണെങ്കിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ പശുവൊക്കെ നടക്കുന്ന കാരണം പശുവിൻ്റെ ശല്യവും പശുവിൻ്റെ ചാണകമൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ കുറച്ച് മേളിൽ വന്നിരുന്നത്. ഇവിടെ ആകുമ്പോൾ കുറച്ച് വൃത്തിയുള്ള സ്ഥലമായിരുന്നു. നമ്മൾ കുറച്ച് മേളിലിരുന്നുകൊണ്ട് തന്നെ കോട വന്നുകൊണ്ട് നമുക്ക് മേളിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷീറ്റും പായൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി എല്ലാവരും ഇരിക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുഞ്ഞാപ്പൻ്റെ പ്ലാനായിരുന്നു, നമുക്ക് ഇതുപോലെ ഇരുന്ന് ഫുഡ് കഴിക്കാന്നുള്ളത്. സാധാരണ ഞങ്ങൾ നേരത്തെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാറായിരുന്നു പതിവ്. ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയറും പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അതെന്തായാലും നല്ലൊരു ഫീലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ ഫസ്റ്റ് ഡേ ഇതുപോലെ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമായിരിക്കും. ഞങ്ങളൊക്കെ താഴെ ഇരുന്നു, പക്ഷേ പച്ചാച്ചനാണെങ്കിൽ താഴെ ഇരിക്കാൻ പറ്റില്ല. അത് കാരണം കാല് വയ്യാത്ത കാരണം പച്ചാച്ചൻ നിന്നുകൊണ്ടാണ് കേട്ടോ കഴിച്ചത്. ചോറിന് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുറത്ത് തണുപ്പായ കാരണം നമ്മൾ പ്ലേറ്റിലിട്ടപ്പോൾ തന്നെ ചോറൊക്കെ തണുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കറികൾ. നമുക്ക് മോരുണ്ടായിരുന്നു, ചെമ്മീൻ ഫ്രൈ, മുട്ടത്തോരൻ, കേരമീൻ, പിന്നെ അച്ചാർ, ചമ്മന്തിപ്പൊടി, പിന്നെ മത്തി മീൻ വറുത്തത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ കറി. മുട്ടത്തോരനും പിന്നെ മത്തി ഫ്രൈയും മോരും പിന്നെ അച്ചാറൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ ചോറും കൊണ്ടുവന്നു. ബാക്കി കറികളും ചോറൊക്കെ മാമിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാമെന്നുള്ള പ്ലാന് ഇവിടെ ഉപേക്ഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും പിന്നെ കോടയൊക്കെ ആയ കാരണം എല്ലാം ക്ലോസ് ചെയ്തു. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഫ്ലവർ ഗാർഡൻ ഉണ്ട്, അവിടെയൊക്കെ ക്ലോസ് ചെയ്തു. എല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലക്ഷ്യം തേക്കടിയാണല്ലോ, അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ നേരെ തേക്കടിയിലേക്ക് പോകാൻ പോവാണ്. ഇരുട്ടാകുന്നതിന് മുമ്പ് തേക്കടിയിൽ എത്തണം. നമ്മൾ അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. തേക്കടിയിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ബോട്ടിങ്ങും റൂമും ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകാമെന്നാണ് കേട്ടോ നല്ലത്. നമുക്ക് ബോട്ടിങ് എന്തായാലും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ നോക്കിയ സമയത്ത് സീറ്റൊക്കെ ഫിൽഡ് എന്നാണ് കാണിച്ചത്. പക്ഷേ ഡയറക്റ്റ് ചെന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോഴത്തേക്കും അവിടെ ഇറങ്ങി. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ ഇറങ്ങിയാണ് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത്. നമുക്ക് സ്വന്തം വണ്ടിയിൽ സ്വന്തമായിട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിലൊക്കെ നിർത്തി പതിയൊക്കെ ട്രാവൽ ചെയ്ത് പോകും. നേരത്തേക്ക് ആണെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്നത് നാട്ടിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ വിടുമ്പോൾ അതിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതും അടിപൊളിയാണ്, അതും ഇതും വേറെ ഫീലാണ് കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സ്പോട്ടിലേ നിർത്തുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ബസ്സിൽ കയറി അപ്പം തന്നെ ഈ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ട്രിപ്പ് പോകുന്നത് ഇഷ്ടമാണെങ്കിലും ബസ്സിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വലിയൊരു ഫാമിലി റൂം തന്നെയായിരുന്നു. പിന്നെ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ തേക്കടിയിലെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിലാണെങ്കിൽ ബോറടിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.